പൂനിലാ മഴ നനയും പാതിരാക്കുയിലുകളെ തേനിളം മുരളിയുമായി പോരുമോ ഇതുവഴിയേ നാളേറെയായിട്ടും മൂടുമനുരാഗത്തിൻ ഈണങ്ങൾ പാടാമോ തെല്ലുമിനി വൈകാതെ പൂനിലാ മഴ നനയും പാതിരാക്കുയിലുകളെ തേനിളം മുരളിയുമായി പോരുമോ ഇതുവഴിയേ നാളേറെയായിട്ടും മൂടുമനുരാഗത്തിൻ ഈണങ്ങൾ പാടാമോ തെല്ലുമിനി വൈകാതെ പൂനിലാ മഴ നനയും പാതിരാക്കുയിലുകളെ. ഹലോ, എല്ലാവർക്കും നമ്മുടെ ക്യാൻബറ മല്ലു ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? നമ്മള് സുഖമായിട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ചെറിയൊരു എന്താ പറയാ കോൾഡ് ഒക്കെയാണ്, ജലദോഷവും ചുമയും ഒക്കെയാണ്. കാരണം ഇപ്പൊ ഇവിടെ തണുപ്പാണല്ലോ. അപ്പൊ അതിന്റെ ഒരു വിന്ററിന്റെ സമയത്ത് ഫ്ലൂ ഇവിടെ വളരെ കോമൺ ആണ്. അപ്പൊ അതിന്റെ ഒരു അറ്റാക്ക് ആണെന്ന് തോന്നുന്നു എനിക്ക്, ചെറിയ അല്ലേ. ഇവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല, എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് പോയേക്കുമായിരുന്നു, പോയിട്ട് വന്നിപ്പോ പിന്നെ ഇപ്പം കുറയൊന്ന് വിചാരിക്കുന്നു, കുറച്ച് ആവിയൊക്കെ പിടിക്കണം അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങള്. പിന്നെ നമ്മുടെ കിച്ചൺ ഓർഗനൈസേഷനും ടൂറും ഒക്കെ കാണിക്കാവുന്ന റിക്വസ്റ്റ് ചെയ്ത കാരണം ഞാനൊരു കിച്ചൺ ടൂറ് വീഡിയോ നമ്മുടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആരെങ്കിലും കാണാത്തവര് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താണ്, എന്താ ജോക്കുട്ട വിശേഷം? ജോ സ്കൂളിൽ പോയായിരുന്നോ? ജോ സ്കൂളിൽ പോകട്ടെ, സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല ജോയ്ക്കല്ലേ? ആണോ? പിന്നെ നമ്മുടെ ജോക്കൂട്ടന് ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ജോനെ ഇഷ്ടമാണ്, ജോയുടെ വർത്താനം പറയുന്നതൊക്കെ ഇഷ്ടമാണ്, പിന്നെ ജോ ഹായ് പറയുമെന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേര് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് സന്തോഷം. ഞാൻ കമന്റ്സ് ഒക്കെ ജോയെ വായിച്ച് കേൾപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ജോക്കൂട്ട, എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒരു ഹായ് പറഞ്ഞേ. ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഹായ്. ഹായ്. അപ്പൊ ഒരുപാട് താങ്ക് യു നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതിന്, സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ കേട്ടോ. അപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മള് പപ്പാടെ മമ്മിയുടെ ഒരു ചെറിയ വ്ലോഗ് ഇട്ടായിരുന്നു, അവിടെ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള വ്ലോഗ് ഇട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അവര് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ജസ്റ്റ് നാട്ടിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പപ്പായുടെയും മമ്മിയുടെയും അവിടുന്ന് പോരുന്നതിൻ്റെ ആ ഒരു വ്ലോഗാണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ അവിടുത്തെ റിലേറ്റീവ്സിനെ ഒന്നും നമ്മൾ പരിചയപ്പെടുത്താൻ കഴിഞ്ഞ വ്ലോഗിൽ സാധിച്ചില്ല അല്ലേ ചായ? അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മുടെ അവിടെയുള്ള അവർ താമസിച്ച അവിടുത്തെ റിലേറ്റീവ്സും നമ്മുടെ കൂടെയുള്ള എല്ലാ റിലേറ്റീവ്സിനെയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുന്ന ഒരു വ്ലോഗും കൂടെയാണ് കേട്ടോ അത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ വേഗം പോയിട്ട് നമ്മുടെ ആ ഒരു വ്ലോഗ് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, തിരിച്ചു പോവാണ്. ഇനിയിപ്പം പരിചയപ്പെടുത്തലുണ്ട്. ലെസ്ലി അതൊന്നും പരിചയപ്പെടുന്നതായിരിക്കും. ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താൻ, ഞാൻ ലെസ്ലി. അപ്പം ഇത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ബെറ്റർ ഹാഫ് സിസില്, നല്ലപോലെ പാട്ട് പാടും. മോളിയാൻറ്റി മോണച്ചൻ അങ്കിളിൻ്റെ വൈഫ്, നിമ്മിയുടെ മോമ്, പിന്നെ ജെയിംസ് അങ്കിള് മോളിയാൻറ്റിയുടെ ബ്രദറ്, മേരി ആൻറ്റി ജെയിംസ് അങ്കിളിൻ്റെ വൈഫ്, പിന്നെ ആനിമ ജെയിംസ് അങ്കിളും മോളിയാൻറ്റിയുടെ സിസ്റ്ററാണ്. ആൻഡ് ആനിമയുടെ ബെറ്റർ ഹാഫ് ആണ് ഡാഡി, ബാബു അങ്കിൾ എന്നും എല്ലാരും വിളിക്കും. ആൻഡ് സിസിലിന്റെ ഫാദറും കൂടെ ആണത്. ആൻഡ് ഇൻ അഡീഷൻ പിന്നെ മോൻ, ജെയിംസ് അങ്കിളിന്റെ മോന് ജിക്കു, ജെയിംസ് അങ്കിളിന്റെ മോള് കുക്കു, ആൻഡ് ഞങ്ങളുടെ മോള് ലിയ. കുക്കുനെ ലുലുന്നും വിളിക്കും ഇടയ്ക്കിടയ്ക്ക്. എല്ലാരും ഇവിടെ മെയ് 6 വന്നത്. വരുന്നവരെ ഇവിടെ ഭയങ്കര ക്വയറ്റ് ആയിരുന്നു. ഈ വീട്ടിലൊരു ശബ്ദം പോലും ഇവിടെ ആരും ഇല്ലായിരുന്നോ? ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ ആരും കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല. ചുമ്മാ അപ്പം വെറുതെ എല്ലാരും വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു. നല്ല ശബ്ദവും വർത്താനവും ചിരിയും ചീട്ടുകളിയും എല്ലാം. അപ്പൊ അതുകൊണ്ട് വി വർ വെരി ഹാപ്പി. ഒരു മാസം ഞാനിപ്പം ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുകയാണ്. എന്തിന്? ടിക്കറ്റ് മാറ്റാൻ പറഞ്ഞു ഇവരെ.
പോസ്റ്റ്പോൺ ചെയ്യാൻ, പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. എല്ലാവർക്കും ഇപ്പൊ തന്നെ തിരിച്ചു വീട്ടിൽ പോകണം. അത് അപ്പറയാണെങ്കിൽ ഞങ്ങൾ മാറ്റാറില്ല, ഞങ്ങളങ്ങ് ദൂരെ വന്നത്. വീടൊക്കെ അവിടെ അങ്ങനെ അനാഥമായിട്ട് കിടക്കുമല്ലേ. ഓ, വീട് ആരും എടുത്തോണ്ട് പോകത്തില്ല. സത്യമായിട്ടും അത് അവിടെ നിന്ന് മാർത്തു പോലും ഇല്ല, ഒരു സ്പോട്ട് പോലും. ഓക്കെ സിസ്റ്റർ, ഒറ്റ വാക്കില്ലേ? അടിപൊളിയായിരുന്നു, സന്തോഷം അല്ലേ? ഞങ്ങൾ പോകുന്ന പ്രയാസമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് പ്രയാസമുണ്ട് കേട്ടോ. വൈകിട്ട് അതെ. ഓക്കെ, മോളി ആദ്യമായിട്ട് വരുവാണ്, എന്താണ് പറയുന്നത്? വളരെ സന്തോഷം. ഓക്കെ, ഒരു മാസം പോയതറിഞ്ഞില്ല. ആണോ? അതിനെ ഇവിടെ എന്നാ പരിപാടി? കാരണം അത്രയ്ക്ക് നല്ല ഹാപ്പി ആയിരുന്നു ഇവിടെ എല്ലാരുമായിട്ട്. നമ്മള് വീട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കത്തല്ലോ, ഇവിടെ എന്ന് പറയുമ്പോ എല്ലാരും ഉണ്ടല്ലോ. അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു, ആണ് എൻ്റെ അഭിപ്രായം തന്നെയാണ്. ഒത്തിരി സ്ഥലങ്ങൾ കണ്ടു. നമ്മള് വായിച്ചിട്ട് ഒക്കെയുള്ള ആ സ്ഥലങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റി. തീർച്ചയായിട്ടും അതിന് ദൈവം നമുക്ക് അനുവദിച്ചു. നന്ദി പറയാം ദൈവത്തിനോട്. ഓക്കെ, ജെയിംസ് എന്നാ പറയുന്നു? നമ്മളെല്ലാം നമ്മളൊരു ജമ്പർ ടീമാണ് വന്നത്. യെസ്, അതെന്ന് പറഞ്ഞാൽ ഒരു ഹെസിറ്റേഷനും ഇല്ല, എല്ലാം ഫാമിലി മെമ്പേഴ്സാണ്. എന്ത് വേണേലും വെച്ച് കഴിക്കാം, എന്ത് വേണേലും ചോദിക്കാം. എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അപ്പം നമുക്കൊരു അമേരിക്കയിൽ നിന്നുള്ളൊരു ഫീലിംഗ് ഇല്ല, നമ്മൾ ഫാമിലി എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടിയിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്കുള്ളൂ. ഓക്കെ, മേരിക്ക് എന്നും പറയാനുണ്ടോ? എല്ലാം അടിപൊളിയായിരുന്നു. ഓക്കെ ആയിരുന്നു. ഓക്കെ, ശരി. ഓക്കെ, അനിമ ഇത് ആദ്യമല്ല വരുന്നത്, എനിക്കറിയാം, രണ്ടാമതാണ് വരുന്നത് അല്ലയോ? ഓക്കെ, അല്ല എങ്കിലും US ഇത് രണ്ടാമതല്ലേ വരുന്നത്. അപ്പോൾ ഒരു അനുഭവം ആദ്യമുണ്ട്, ഇത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നതെങ്കിലും അനിമയ്ക്ക് എന്തെങ്കിലും അതിനകത്ത് പറയാനുള്ള പ്രത്യേകിച്ച്? ഇപ്രാവശ്യം ഒന്നും കൂടെ അന്ന് ഒക്കെ വന്നപ്പോൾ പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നു, ഇത്രയൊന്നും പറയാനും മിങ്കിൾ ചെയ്യാനും ഒന്നും പറ്റിയില്ല. പക്ഷെ ഇപ്രാവശ്യം വന്ന് എല്ലാവരും വളരെ ഹാപ്പിയായി, അടിച്ചു പൊളിച്ച് ഒരു മാസം അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടെ. യാത്രകളും ഒക്കെ വളരെ നന്നായിരുന്നു. ബാബുച്ചാണ് ചോദിക്കട്ടെ കാര്യങ്ങൾ എങ്ങനെയാന്ന്. കാലത്ത് ഞാൻ എന്തോ പറയാനാ, അത് പറ്റത്തില്ല, കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കണം. വയസ്സുകാലത്ത് ആര് പറഞ്ഞു വയസ്സായെന്ന്? എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒത്തിരിയും യാത്ര ചെയ്തു, ന്യൂയോർക്ക്, അതെ, പിന്നെ നയാഗ്ര പോയി, വെള്ളത്തിനടിയിലൊക്കെ പോയി. ചുരുക്കി പറഞ്ഞാൽ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. പറയാനുള്ളൂ, എനിക്കിപ്പോ എല്ലാം നല്ലതായിരുന്നു. എന്നെക്കാട്ടിൽ നിങ്ങൾ എൻജോയ് ചെയ്തു. കാരണം എനിക്ക് എന്റെ ആര് പറഞ്ഞു പ്രായത്തിൽ എൻജോയ് ചെയ്ത ഞങ്ങളെക്കാട്ടിലും പ്രായത്തിന്റെയോ മുട്ടുവേദനയോ നടുവേദനയോ ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് എന്നെക്കാട്ടിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, എല്ലാവർക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ആരും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന മാതിരിയുള്ള അതാണ് സത്യം നമ്മൾ ജീവിച്ചത്. തീർച്ചയായിട്ടും ടൂറിന് വന്നതോ അല്ലെ അങ്ങനെ ഇങ്ങനെ അല്ല, എല്ലാവരും ഒരു വീട് പോലെ ഇവിടെ താമസിച്ചു. ടൂറായിട്ടല്ല ഞാനും കണക്കൂട്ടിരിക്കുന്നത്, നമ്മളൊരു വീട്ടിലേക്ക് വിസിറ്റ് ചെയ്ത പോലെ തന്നെയാണ് തോന്നിയിരിക്കുന്നത് അല്ലയോ? അതെ. ഓക്കെ, വെൽ, ഓക്കെ. ജിക്കു എന്നാ പറയാനുള്ളത്? ഓക്കെ, നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഓക്കെ, എല്ലാവരും കുറെ നാൾക്ക് ശേഷം ഒരുമിച്ച് കിട്ടി, നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. കഴിഞ്ഞു, തിരിച്ചു പോവാണ്, ബാക്ക് ടു വർക്ക്. അതിന്റെ വിഷമമുണ്ട്, പക്ഷേ പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ചു പോകും. അതെ. വെൽ, വാട്ട് അബൌട്ട് കുക്കു? എല്ലാരും കണ്ടതില് വളരെ ഹാപ്പിയാണ്. നിന്റെ ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് സെറമണി ഇത് കാണാൻ വന്ന ഞങ്ങള്. അതെ, എന്റെ മാസ്റ്റേഴ്സ് സെറമണി കാണാൻ വന്നതാണ് എല്ലാരും. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല എല്ലാരും ഉണ്ടാവുമെന്ന്. ഞാൻ തനിയെ ഗ്രാജുവേറ്റ് ചെയ്തേ വിചാരിച്ചേ, പക്ഷെ എന്റെ ഫാമിലി മുഴുവൻ ഇവിടെ വന്നു. അപ്പം എല്ലാരും ഗ്രാജുവേഷന് വന്നതും പിന്നെ ഗ്രാജുവേഷൻ പാർട്ടി പിന്നെ ട്രിപ്പ്. അപ്പം ഞാൻ തിരിച്ച് നാട്ടിൽ പോയിട്ട് ഓൾമോസ്റ്റ് 2 years ആയി. അപ്പം എല്ലാരെയും കണ്ടിട്ട് കുറെ നാളായി, പോവാനും പറ്റിയില്ല. അപ്പം ദൈവമായിട്ട് എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം അതുകൊണ്ട് വളരെ ഹാപ്പിയായി. ഒരു മാസം എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്ത് ഹാപ്പിയായി. ഇനി എല്ലാവരും പോകുമ്പോൾ കുറച്ച് വിഷമം കാണും, പക്ഷെ കുഴപ്പമില്ല. ഇനി ദൈവം അനുവദിക്കുമ്പോൾ ഞാൻ തിരിച്ചു വരും. എനിവേ, ഞങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ലിയ പ്ലീസ്. It was really nice having everyone here, and I'm glad that I got to meet them and spend time with them and see Appacha and Amchi after a very long time. Okay, you say some words about our playing of 28, please. Oh yes, Monish Napcha is the best 28 player I've ever seen in No. my life. He calculates everything very well, and it was very fun playing with everyone. The various teams, Molly Auntie, Nyan, Jeswin, James Uncle, Amma, Dada, everyone. It was very fun playing with everyone.
താങ്ക് യു വെരി മച്ച്. ഈ ഓഫീസ് തിരക്കിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, ഒരു കുറവും പറ്റാതെ ഡാഡിയെ നോക്കുന്ന പോലെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളോടും കൂടി നോക്കി. അതിന്റെ പ്രത്യേകം ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു കേട്ടോ, സെസിലിനോട് പ്രത്യേകം. പിന്നെ കിച്ചന്റെ കാര്യത്തിൽ ഞങ്ങളെ അങ്ങോട്ട് കയറ്റാൻ പോലും സമ്മതിച്ചില്ല ലെസ്ലി. എല്ലാ കാര്യങ്ങളും ലെസ്ലി ഓടി നടന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി. ഒരു സമയം പോലും ആർക്കെങ്കിലും കുറവൊന്നായിട്ടില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ അത് ഞാൻ ഇന്നലെ രാത്രി അവൻ എന്റെ റൂമിൽ വന്നിട്ട് എനിക്ക് ഉമ്മ വന്നിട്ട് ഏതാണ് എനിക്ക് തോന്നുന്നു നീയാന്ന് തോന്നുന്നു. ഞാൻ ഉറക്കത്തില്ലായിരുന്നു കേട്ടോ. അവൻ വന്നൊരു ഉമ്മ സാരമില്ല, ഉമ്മയല്ലേ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരു മാസത്തെ കേട്ടോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചോണ്ടാണ് എന്നുള്ളത് സുത്യർഹമായ കാര്യമാണ് കേട്ടോ. അപ്പൊ ഇനിയും ചാൻസ് കിട്ടി ഞങ്ങൾ വരാം. വിഷമത്തോടു കൂടിയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ വണ്ടി വരാൻ സമയമായി. ഞങ്ങളെല്ലാം കേട്ടോ. ഓക്കെ, അപ്പോ എല്ലാവരും കാൻബറ മല്ലു ഫാമിലിയുടെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ഞങ്ങൾ ഒക്ടോബർ വരുന്നതായിരിക്കും. ഞങ്ങളെല്ലാവരും അവൻ വരും. ഹലോ, അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? നമ്മൾ തിരുവനന്തപുരം, നമ്മുടെ സ്വന്തം നാട്ടിൽ. ഓക്കെ, ഞങ്ങൾ വിജയകരമായിട്ട് US ട്രിപ്പ് പൂർത്തിയാക്കിയിട്ട് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതെ അതെ, ദൈവത്തിന്റെ കൃപ കൊണ്ട് ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ സുഖകരമായിരുന്നു യാത്ര അല്ലേ? എല്ലാവരും യാത്രയല്ലേ? മഴയുണ്ട്, അതാ നമുക്ക് കഴിഞ്ഞ സാരം. ഞങ്ങൾ ഭയങ്കര ചൂടത്താണ് പോയത് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ പപ്പായുടെയും മമ്മയുടെയും വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കണ്ടോ? അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവർ നാട്ടിൽ സേഫായിട്ട് തിരിച്ചെത്തി. ഇനിയിപ്പോൾ എന്താണ്, കുറച്ച് നാൾ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരണമെങ്കിൽ 6 മാസം അല്ലേ പുറത്ത് നിൽക്കണം. അപ്പം അത് കഴിയുമ്പോൾ ഇനിയിപ്പം പതുക്കെ ഇങ്ങോട്ട് വരും അല്ലേ? അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്തായാലും സുഖമായിട്ട് എത്തിച്ചേർന്നു. 1 മാസം അസുഖങ്ങളും ഒന്നും കൂടാതെ അല്ലേ എല്ലാവരും പോയി. കൂടെ കുറേ പേരുണ്ടായിരുന്നു. പോയ ആർക്കും തന്നെ അസുഖങ്ങളും ഒന്നും വരാതെ നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ തിരിച്ചെത്തി. ജോകുട്ടാ, ഇന്നലെ സ്കൂളിൽ പോയോ? ഇന്നലെ സ്കൂളിൽ പോയി. ഇന്നലെ പിന്നെ എന്നാ ചെയ്തേ? ഞാൻ ആ പാർക്കിൽ പോയി, കൂംസ് പാർക്കിൽ പോയി. എന്നിട്ട് കൂട്ടുകാരുണ്ടാക്കി. ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു ഇന്നലെ. എന്നൊക്കെ കളിച്ച അവിടെ പോയിട്ട്? സ്ലൈഡ്, ജിമ്മ്, on the merry-go-round, on the climbing rocks. അടിപൊളിയായിരുന്നോ? എൻജോയ് ചെയ്തോ? അപ്പൊ ഇന്നലെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് പിള്ളേരൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നു. അപ്പൊ അവരിങ്ങോട്ട് ഫോൺ വിളിച്ചു, അവിടെ അടുത്തുണ്ടെന്നും പറഞ്ഞു. പ്ലേ ഡേറ്റ്. അപ്പൊ ഞാനും ജോയും കൂടെ കൂടി ആ പാർക്കിലോട്ട് ചെന്നിട്ട് ജോ കുറെ നേരം കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോ എല്ലാരെയും വീട്ടിലോട്ട് ക്ഷണിച്ചു അല്ലേ ജോക്കുട്ട? അങ്ങനെ എല്ലാരും ഇങ്ങോട്ട് വന്നു. ഇവിടെ കുറെ നേരം കളിച്ചു, വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അവര് വീട്ടിലോട്ട് പോയി. തിന്നു. പിസ്സ ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചു അല്ലേ? ജ്യൂസിന്റെ ആളാണോ ജോ? എപ്പോഴും ജ്യൂസ് വേണം. ദാഹിക്കുമ്പോ വെള്ളം കുടിച്ചാ പോരെ? ജ്യൂസിന്റെ വലിയ ഫാനാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ വന്ന് കുറെ നേരം വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് പതുക്കെ ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് അവരെല്ലാരും പോയി കഴിഞ്ഞപ്പോ ഇച്ചിരി വിഷമായിരുന്നല്ലേ? ആണോ ജോ? ആണോ? നമുക്ക് ഇനി അവരെ വിളിച്ചോണ്ട് വരാം, ജോയൊക്കെ അങ്ങോട്ട് പോവാം. ഓക്കെ. ഇന്നലെ മൊത്തത്തിൽ ജോയ്ക്ക് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു അല്ലേ? നല്ല അടിപൊളിയായിട്ട് ബെസ്റ്റ് ഡേ എവർ എന്നല്ലേ ജോ പറഞ്ഞു ഇന്നലെ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നാ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.